സ്റ്റോറി എടുത്ത് പോവാ. അങ്ങനെ ഹീറോയിൻ്റെ സാറ് വിളിച്ചായിരുന്നു. അതുകൊണ്ട് സാറൊന്നും വിളിക്കേണ്ട, ഞങ്ങളെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് എല്ലാവരും നല്ല ചെക്കന്മാർ, ഓക്കെ പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. അങ്കിൾ എനിക്ക് കൊറിയക്ക് പോകുന്നുണ്ട് അങ്കിൾ, ഇപ്പോൾ ഒന്നല്ല, ഞങ്ങൾ കുറച്ച് ഇവിടെ ടൈം സാധിച്ച് ഇവിടെ നാട് കറങ്ങിയ ശേഷം ഞങ്ങളും കൊറിയക്ക് പോകാം അങ്കിൾ. ആ ശരിപ്പാ അങ്ങനെ പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ BTS മെമ്പർ വന്നു. അങ്ങനെ ഫുഡ് അവരുടെ വീട്ടിലാണ്, ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലില്ല, അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഗസ്റ്റ് ഹൗസ് വേണ്ട, ഞങ്ങൾ വീട്ടിലൊന്ന് താമസിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ കുറച്ച് ഇവിടെ എല്ലാം നാട്ടിൽ കുറച്ചൊക്കെ ഇറങ്ങി. അവർ ഇപ്പോൾ ഡേയ്സ് കഴിഞ്ഞു, ഇപ്പോൾ കൊറിയക്ക് എത്തി. അങ്ങനെ കൊറിയയിൽ ഇപ്പോൾ ഉള്ളത്. BTS മമ്മോട് ഡാഡിനോട് പറഞ്ഞു, ഡാഡി മമ്മിനോട് പറഞ്ഞു അവർക്ക് മോശമില്ല, ഇവർക്ക് 7 പേർക്ക് ഒരു പെൺകുടി ഇഷ്ടപ്പെട്ട മോശമില്ല. പിന്നെ കൊറിയ സൈസ് മാരേജ് നടന്നു. ഞാൻ ആർമീസ്ക്കെല്ലാം ഷോക്കായിരുന്നു. മോശമില്ല, കൊറിയ വെറൈറ്റീസ് കൊണ്ടും ഒരു എല്ലാവരും നോർമലുണ്ട്, മോശമില്ല ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാവരും എൻജോയ് തുടങ്ങി. എന്ന് BTS മുമ്പ് സംസാരിക്കുകയായിരുന്നു. അതിനായിട്ട് ഇപ്പോൾ ജിന്നു വന്നു. അതെ, ഇപ്പോൾ വീട്ടിൽ ജിൻ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ജിന്നും കുക്ക് ചെയ്തുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി മെമ്പേഴ്സെല്ലാം പോയിരുന്നു. അങ്ങനെ ജിന്നു കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ ആരുമില്ലായിരുന്നു. ജിന്നും അങ്ങനെ രണ്ടാളും TV നോക്കിയായിരുന്നു. നല്ല റൊമാൻസ് മൂവിയായിരുന്നു. അങ്ങനെ ജിന്നക്ക് മോയായി അങ്ങനെ ബാത്റൂം പോകാമെന്ന് പറഞ്ഞ് പോയി. ജിന്ന് പുറകിൽ വന്നു TV ഉണ്ടാക്കി. എന്ത് ജിൻ ഒന്നുമില്ല, ഒരുമാതിരിയാവാൻ എന്നും പറഞ്ഞു. അങ്ങനെ ജിന്നിനെ കിസ് ചെയ്ത്. അങ്ങനെ ജിന്നക്ക് ഷോക്ക്, എനിക്ക് ഓക്കെയാണ് ജിന്നിനോട് പറഞ്ഞു. അങ്ങനെ ജിന്ന് അവിടെ അവർ രണ്ടാൾ നന്നായിട്ട് റൊമാൻസ് ചെയ്തു. അങ്ങനെ രാവിലായി. അങ്ങനെ BTS 6 പേര് വന്നു. അങ്ങനെ ജിന്നിനെ നോക്കുമ്പോൾ ജിമ്മിൻ നോക്കി ഷാക്കായി. എന്താടാ എല്ലാം നടന്നോ പറഞ്ഞു. ഇത് കേട്ടാ ജിമ്മിനൊക്കെ കണ്ടായി, എന്താടാ ഇത് നടക്കുന്നത്. നെക്സ്റ്റ് ഷുഗ പോകണമെന്ന് ആറാം പറഞ്ഞു. ഇപ്പോൾ ഒന്നും നമുക്കൊന്നുമില്ല. ഷുഗ അങ്ങനെ പറഞ്ഞു. ഷുഗ അങ്ങനെ പറത്ത് ഇങ്ങനെ ഷുഗറിൻ്റെ കൂടെ ടൈംസ്മായിട്ട് ഓരോ ദിവസം ഓരോന്നും കൂടെയാണ്. ജസ്റ്റ് ജിമ്മിന് കൂടെയായിരുന്നു. ജിമ്മിന് ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഡേയ്സും ഇങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പോൾ അങ്ങനെ ജിമ്മിന് കൂടെ വീട്ടിലുണ്ടായിരുന്നു. ബാക്കി 6 പേർ പുറത്ത് അവർ ഷൂട്ടിങ്ങൊക്കെ പോയായിരുന്നു. അതെ, ജിമ്മിനിക്ക് ഷൂട്ടിങ്ങും ഇല്ല. ജിമ്മിനിക്ക് ഷൂട്ടിങ് കഴിഞ്ഞുമായിരുന്നു. ജിമ്മിന് വന്നു. അങ്ങനെ ഓരോന്നാൾ വീട്ടിലിരിക്കുന്നു. ജിമ്മിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. അതെ, അങ്ങനെ 6 പേർ ഷൂട്ടിങ്ങൊക്കെ പോയായിരുന്നു. 6 പേർ ഷൂട്ടിങ് പോയി. അവർ വേറെ ഷൂട്ടിങ്ങൊക്കെ പോയായിരുന്നു. അങ്ങനെ ഒക്കത്തെ ഷൂട്ടിങ് അല്ല, അങ്ങനെ ഓരോന്ന് ഷൂട്ടിങ്ങാണ്. ജിമ്മിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ വീട്ടിൽ വരുന്നതാണ്. ഇങ്ങനെ ജിമ്മിന് ഇങ്ങനെ സംസാരിച്ച് TV നോക്കിയിട്ട് വോമിറ്റ് സൗണ്ട് കേട്ടു. ജിമ്മിന് യഥാർത്ഥ നോക്ക് വോമിറ്റ് ചെയ്തു പാഞ്ഞ് പോകുന്നത് കണ്ടു. ജിമ്മിന് ഓടി വന്നു. എന്താ പറ്റി? കാറ് തുടങ്ങി. ഇത് കണ്ട് ജിമ്മിന് ഷോക്ക്. എന്ത് പറ്റിയിട്ട്? ഒന്നുമില്ല, എനിക്ക് ടയർഡാണ്. ജിമ്മിന് പറഞ്ഞു വാ TV ഉണ്ടാക്കി. അങ്ങനെയാണ് കാറിലിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജിമ്മിന് പോയിട്ട് ഹോസ്പിറ്റൽ കുറച്ച് ടെൻഷനായിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്ത് വന്നു. കൺഗ്രസ് ജിമ്മിൻ. എന്ത് പറ്റി സാർ? നിങ്ങൾ കൺഗ്രസ് എന്ന് പറഞ്ഞു. എങ്ങനെയാ സാർ കൺഗ്രസ് പറഞ്ഞാൽ? നിങ്ങൾ ഡാഡ് ചെയ്യാൻ പോവാം. സത്യമാണ് സാർ. അതെ. ബാക്കി 6 പേർക്ക് വീഡിയോ കോൾ മെസ്സേജ് അയച്ചു. ഞങ്ങളെല്ലാവരും ഡാഡ് ചെയ്യാൻ പോകുന്നത് മെസ്സേജ് അയച്ചു. ഇത് കണ്ട് ഷുഗർക്ക് ഷോക്കായി പോയി. ബാക്കി അവരോട് പറയാൻ തുടങ്ങി. ആറമ്മങ്ങൾ കേട്ടു. ആറമ്മനോട് പറഞ്ഞു. ആറം ഷോക്കായി. സത്യമാണോടാ? അതെ. ബാക്കിയവർ പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും ഹാപ്പിയായി. നമ്മൾ വീട്ടിൽ പോകാൻ ഷൂട്ടിങ് അങ്ങനെ ഒരു വീഡിയോ കോളിലാണ് സംസാരിച്ചതായിരുന്നു. അങ്ങനെ എല്ലാവരും വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ 2 പേരൊക്കെ ഷൂട്ടിങ്ങാണ്. ഷുഗർക്കും ആറമ്മക്കൊക്കെ ഒരു ഷൂട്ടിങ്ങാണ്. ബാക്കി മെമ്പേഴ്സൊക്കെ മെസ്സേജിൽ അവരോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓടി വീട്ടിലൊക്കെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ജിമ്മിന് ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. എന്തിടാ നടക്കുന്നിട എന്നും പറഞ്ഞു. നടന്നതല്ല പറഞ്ഞു. ഇപ്പോൾ ഡേയ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഇവ 7th ബേബി. അതെ, 7 ബേബീസാണ്. അതെ, അങ്ങനെ 7 ബേബീസ് ടോട്ടൽ 8 ബേബിയാണ്. 7 ബോയ് ബേബി, ഒരു ഗേൾ ബേബി. 7 പേര് മാതിരി. അതെ, ഗേൾ ബേബി ഹീറോയിന് മാത്രമേ ഉള്ളത്. അങ്ങനെ എല്ലാ കുട്ടികളും വെച്ച് കുറുത്തേക്കേട് കാട്ടാം. ഇതിനെ ഷുഗാൻ്റെ കൂടെ കെട്ടി പിടിച്ച് ഉറങ്ങുക. ഇങ്ങനെ ഹീറോയി വന്ന് നോക്കുമ്പോൾ ഷുഗാനെ കെട്ടി പിടിച്ച് ഉറങ്ങുക. അങ്ങനെ ജിന്നിനെ നോക്കും. ജിന്നിൻ്റെ ബേബി കിച്ചണിൽ കുക്കിംഗ് ചെയ്യാം. ജിന്നിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട്. ശരി, ഇത് കാണാൻ നന്നായിട്ടുണ്ട്. അങ്ങനായിട്ട് ശരി, ഷുഗറിൻ്റെ കെട്ടി ഉറങ്ങുകയാണ്. ശരി, നമുക്ക് ജെഹൂപ്പയുടെ ജെഹൂപ്പിനെ നോക്കി ഷോക്കായി പോയി. അതെ, ജെഹൂപ്പിൻ്റെ ബേബി ജെഹൂപ്പിനെ കൂട്ടി ഡാൻസ് കളിക്കുക. ഇപ്പോൾ എല്ലാ ബേബിക്ക് 6 വയസ്സായി. അതെ,
ആറാമൻ്റെ ബേബി നോക്കിയിട്ട് ഞാൻ ആറാമൻ്റെ ബേബിയെ നോക്കാൻ പോയി. ആറാമൻ്റെ ബേബി അതെ ആറാമന് മതി പഠിക്കുക, ബുക്ക് പഠിക്കുക. ശരി ഓക്കെ. ജിമ്മിൻ്റെ ബേബി ഉണ്ട്. അങ്ങനെ ജിമ്മിൻ്റെ ബേബി നോക്കുക. ജിമ്മിൻ ഡാൻസ് കളിക്കുക. അതും കൂടെ ബേബിയും കൂടെ ഡാൻസ് കളിക്കുക. ഇതിന് തലക്ക് വെച്ച് പോയി. ശരി ഓക്കെ, ഇവർ ഡാൻസ് കളിക്കുകയാണ്. ജേഹൂപ്പിൻ്റെ ബേബിയും ഡാൻസ് കളിക്കുകയാണ്. ജിന്നും ബേബി ഇപ്പോൾ ജേഹൂപ്പ് ബേബിയും ജിമ്മിൻ്റെ ബേബിയും ഡാൻസ് കളിക്കുകയായിരുന്നു. ഇവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ. അങ്ങനെ നെക്സ്റ്റ് ജിന്നു ബേബി നോക്കിയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് എല്ലാവരും ബേബി ഓരോന്ന് മണ്ടെത്താറ്. ഷുഗറിൻ്റെത് ഉറങ്ങാൻ ജങ്കുക്കിൻ്റെ ഉണ്ട്. ജങ്കുക്കിനെ നോക്കുക. വീണ്ടും നോക്കി വിയും എൻ്റെ പറഞ്ഞ മ്യൂസിക് ഗിറ്റാർ വെച്ച് മ്യൂസിക് ചെയ്യാം. ബേബിയും കൂടെ മ്യൂസിക് കൊടുക്കുക. നമുക്ക് ജങ്കുക്കിൻ്റെ ബേബി നോക്കുക. ജങ്കുക്കിൻ്റെ ബേബി നോക്കുക. ജങ്കുക്കോട് ബോക്സിങ് ചെയ്യാം. ഇത് കണ്ട് ഷാക്കായി പോയി. എന്താ ബോക്സിങ്ങാ? ജങ്കുക്കുട്ടിയും ബോക്സിങ് പഠിപ്പിക്കുകയാണ്. അതെ എന്നെ പോലെ ഫൈറ്റർ ആവണോ, മനസ്സിലായോ? ഓക്കെ ഡാഡാ, അങ്ങനെ ഫൈറ്റ് ചെയ്യാം. ഗേൾ ബേബി ജങ്കുക്ക് പോയിട്ട് ഡാഡാ. ഓ വന്ന പ്രിൻസസ് എന്താ മോം ഡാഡാ. ജങ്കുക്ക് തിരിഞ്ഞു. ജങ്കുക്ക് ഷോക്കായി. ഇവളെന്താ എല്ലാവരും വിളിച്ചു. എല്ലാവരും ഓടി വന്നു. കുട്ടികളെ എടുത്തോണ്ട് ഷുഗർ ഇറങ്ങിയായിരുന്നു. ഷുഗറിൻ്റെ ബേബി ഒറി വെച്ച് ഡാഡാ ഇനി ഓക്കെ എല്ലാവരും നെഞ്ചോന്ന് ടേസ്റ്റ് മമ്മനോട് പറഞ്ഞു നമുക്ക് ഇന്ത്യയൊക്കെ പോവാം. ഓ അത് ശരിയാണല്ലോ. അങ്ങനെ ഇന്ത്യയൊക്കെ വന്നു. അങ്ങനെ ആയിട്ട് ഷുഗർ പറഞ്ഞു അതെ നമുക്കിവിടെ ഒരു ബിസിനസ് അങ്ങനെ ഓരോ നാളും ഇങ്ങനെ PTS മെമ്പർ ഇന്ത്യയൊക്കെ വന്നു. ഇന്ത്യയിൽ അതെ PTS മെമ്പർ അത് അവർ പറഞ്ഞ മതി ബിസിനസ്. ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ഉണ്ട്. അതുമാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ഓരോന്ന് ജോലി കൊടുക്കാം. ഓരോ നാൾ കഷ്ടപ്പെടായിരുന്നു. അങ്ങനെ ഓരോന്നായിരുന്നു. കൃഷി പഠിപ്പിക്കുമായിരുന്നു. അതെ കൃഷിൻ്റെ ഫാക്ടറി. അതെ കൃഷി പഠിപ്പിക്കുമായിരുന്നു. കൃഷി അത് ചെയ്യാൻ കൃഷിയിൽ എന്തെല്ലാം എങ്ങനെ അതെ എങ്ങനെ സമ്പാദിക്കുന്നത് അതിൻ്റെ ഷോപ്പ് അതിൻ്റെ ട്രെയിനിങ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൃഷി വെച്ചായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് അവർ കൃഷി നന്നായിട്ട് വരിക. അതുമാത്രമല്ല ജേഹൂപ്പ് ഡാൻസ് ക്ലാസ് അവിടെ നിന്ന് തുടങ്ങിയായിരുന്നു. അങ്ങനെ കുട്ടി ബിസിനസ് തുടങ്ങി. അവർ ആ പ്ലേസ് നല്ല ഫേമസ് ആവാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും അവിടേക്ക് വരാം. അതുകൊണ്ട് എല്ലാവരും